ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഇതാണ് പേ പാർക്കിംഗ്. 7-ാം നമ്പറിൽ കൂടെ വന്നപ്പോൾ ഉള്ള പേ പാർക്കിംഗ്. ഇന്ന് അവധി, മെയ് 1 ഇന്ന് അവധിയാണ്. എല്ലാ വണ്ടി നിരത്തി അങ്ങിട്ടേക്കുക. ഇവിടെ ഇനിയുണ്ട്, ഇഷ്ടംപോലെ വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട്, ഫുള്ളായിട്ടില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. നല്ല വെയിലാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു, പക്ഷേ ഇതിന് മുന്നേ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഡ്യൂട്ടി ടൈം എങ്ങനെയാണെന്നുള്ളത്. ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സിംഗിളായിട്ട് പോയി കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് 15 മണിക്കൂറാണ് നമുക്ക് ഡ്യൂട്ടി ടൈം. അതിൽ 9 മണിക്കൂർ ഡ്രൈവിംഗ് ടൈമുണ്ട്. ആഴ്ചയിൽ 2 ദിവസം 10 മണിക്കൂർ നമുക്ക് ഡ്രൈവിംഗ് ടൈം എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ രാവിലെ ലോഡ് കയറ്റാൻ ചെന്നു. ലോഡ് കയറ്റാൻ ചെല്ലുമ്പോഴത്തേക്ക് ലോഡ് കയറ്റാൻ ചെല്ലുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്തെന്ന് വെച്ചോ. ബാക്കി 15 മണിക്കൂർ, ബാക്കി 10 മണിക്കൂറുണ്ട്. 10 മണിക്കൂറിൽ നമുക്ക് 9 മണിക്കൂർ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ 9 മണിക്കൂറിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും പാർക്കിംഗ് നോക്കിയിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നു. വീണ്ടും 9 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം നമ്മൾ ഒരു 5 മണിക്കൂർ എന്നുള്ളത് 7 മണിക്കൂറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംപ്ലിറ്റ്യൂഡ് 15 മണിക്കൂറിൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 7 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 മണിക്കൂർ നമ്മൾ അതിൽ കുറച്ചിട്ട് ബാക്കി എത്രയുണ്ട്, 15 നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 8 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടൈം 8 മണിക്കൂറേ അന്നത്തെ ദിവസം വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. ആ 8 മണിക്കൂറിൽ 4.5 മണിക്കൂർ ഓടിച്ചിട്ട് വീണ്ടും 45 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും ആ 8 മണിക്കൂറിൻ്റെ ഇതിൽ വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെയാണ് സിംഗിൾ ഡ്രൈവറിൻ്റെ ഒരു ഡ്രൈവിംഗ് ടൈം എന്ന് പറയുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ. അതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ, വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോയി അൺലോഡിങ് ചെയ്യാൻ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവർ പറയും, നമുക്ക് വേറെ പ്ലാനിങ്ങും വന്നിട്ടില്ല, നമ്മൾ വൈകുന്നേര സമയത്താണ് പോയത്. അവർ പറയും, നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ലോഡ് ഇറക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, നിങ്ങൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് 24 hours വർക്ക് ചെയ്യുന്ന കമ്പനികൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം, റെസ്റ്റ് കഴിഞ്ഞ പാടെ ഇറക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് അടുത്ത പ്ലാനിങ് വന്നിട്ടില്ല. നമ്മൾ ചിലപ്പോൾ രാത്രി 2 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ വെളുപ്പിലെ 3 മണിക്കൊക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുതൽ അടുത്ത ഡ്യൂട്ടി സ്റ്റാർട്ടാവുകയാണ്. ചിലപ്പോൾ നമുക്ക് അടുത്ത പ്ലാനിങ് അവർ വന്നിട്ട് രാവിലെ വന്നിട്ട് ഇടുമ്പോഴത്തേക്ക് 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കൊക്കെ ആയിരിക്കും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി ഉള്ള ട്രിപ്പ് ഇടണം. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 3 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലോഡ് എടുത്ത് അടുത്ത അൺലോഡിങ് പോയിൻറ്റിലോട്ടൊക്കെ പോകാനുള്ള ടൈം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അവരടുത്ത് പറയണം, 2 മണിക്കൂർ 2 മണിക്കൂറുണ്ട്, മാക്സിമം എത്രയും പെട്ടെന്ന് ഇറക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് വരുന്നതിനനുസരിച്ച് ഇറക്കാനുള്ള ഒരു ഇത് കിട്ടണം. അത് ചോദിച്ച് മനസ്സിലാക്കണം. പ്ലാനിങ് വരുന്നതിനനുസരിച്ച് അവിടെ പോയി പറഞ്ഞ് ലോഡ് ഇറക്കാനായി. ഓട്ടോമൊബൈലിൻ്റെയൊക്കെ പറ്റും. ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ അങ്ങനെ നമുക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല. ചിലപ്പോൾ അവിടെ തന്നെ കിടന്ന് അവർ പറയുന്ന സമയത്ത് തന്നെ ലോഡ് ഇറക്കാണ്ടിയൊക്കെ വന്നിരിക്കും. അത് ഈ വന്ന് ട്രെയിനിയായിട്ട് പോകുമ്പോഴത്തേക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും. ഓരോന്നും പോയി അത് പഠിച്ചോളും. പിന്നെ ഡബിൾ ഡ്രൈവർ എന്ന് പറയുന്നത് 21 മണിക്കൂറാണ് ആംപ്ലിറ്റ്യൂഡ്. അതിൽ 21 മണിക്കൂറിൽ 18 മണിക്കൂർ ഡ്രൈവിംഗ് ടൈമും 3 മണിക്കൂറാണ് അതർ വർക്ക്സും ഉള്ളത്. അതർ വർക്ക്സ് എന്ന് പറയുമ്പോൾ ലോഡ് കയറ്റാൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് 3 മണിക്കൂറിനകത്ത് തന്നെ ലോഡ് കയറ്റണമെന്നില്ല. അതിൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് 5 മണിക്കൂറോ 6 മണിക്കൂറോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം കംപ്ലീറ്റ് 2 ഡ്രൈവർമാരെ ഡ്രൈവിംഗ് ടൈമാണ്. അതിൽ നമുക്ക് 4.5 മണിക്കൂർ കഴിഞ്ഞാൽ 45 മിനിറ്റ് റെസ്റ്റ് ഇല്ല. 4.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഓടിച്ചിട്ട് പാർക്കിങ്ങിൽ കയറ്റുന്നു, അപ്പോഴേ തന്നെ ടാക്കോ മാറ്റിയിടുന്നു, വീണ്ടും കണ്ടിന്യൂ ഡ്രൈവിംഗ് ആണ്. ആ വണ്ടി നിൽക്കത്തില്ല, ഓടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ 1000-1200 കിലോമീറ്ററിൻ്റെയൊക്കെ ഓട്ടോ ആയിരിക്കും തരുന്നത്. ലോങ് ട്രിപ്പായിരിക്കും തരുന്നത്. അപ്പോൾ അത് ഓടിക്കൊണ്ടേയിരിക്കും.
ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാൾക്ക് അപ്പുറത്തെ സീറ്റിലിരുന്ന് ഉറങ്ങാം. പിന്നെ അങ്ങനെ. പിന്നെ ഫുഡ് കഴിക്കണ അത് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഫുഡ് ഉണ്ടാക്കുന്ന ടൈം എന്ന് പറയുന്നത്, ഞാനും അമലും കൂടെ ഓടിക്കൊണ്ടിരുന്നപ്പം നമ്മൾ ഈ 9 മണിക്കൂർ റെസ്റ്റ് ടൈമില്ലേ, അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ എണീക്കും. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇതിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ടൈം. അപ്പോൾ ഇതിൽ ഡബിളാണോ സിംഗിളാണോ നല്ലതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും സിംഗിളായിട്ട് ഓടുന്നതാണ് നല്ലത്. ഡബിളായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു ഡ്യൂട്ടി കഴിയാൻ വേണ്ടി നല്ല ടൈം എടുക്കും. 21 മണിക്കൂർ ഭയങ്കര ഡ്യൂട്ടി ടൈം. നല്ല ഇതാണ്, എപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഡബിളാണ് ഇഷ്ടം. എനിക്ക് സിംഗിൾ ഓടിയപ്പോൾ സിംഗിളാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ലോഡ് കയറ്റി അടുത്ത പാർക്കിങ്ങിലിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റ് എടുക്കാം. ചില ദിവസങ്ങളിൽ 9 മണിക്കൂർ എന്നുള്ളത് 12, 13, 14 മണിക്കൂർ റെസ്റ്റ് കിട്ടും. അത് സിംഗിൾ ഓടുമ്പോൾ അങ്ങനെയാണ്. അതെല്ലാം നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 പേര് ചോദിച്ചു ചേട്ടാ അവിടുത്തെ ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊന്ന് പറയാമോ. ഇതിന് മുന്നേ ഉള്ള യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.